പ്രതിഷ്ഠിക്കുന്നതിനുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള വിളംബര റാലിയാണ് ഈ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. സെന്റ് ത്രേസ്യ മലങ്കര കത്തോലിക്ക പള്ളിയുടെ പുതുതായി നിർമ്മിച്ച കുരിശടിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള വിളംബര റാലിയാണ് ഈ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. സെന്റ് ത്രേസ്യ മലങ്കര കത്തോലിക്ക പള്ളിയുടെ പുതുതായി നിർമ്മിച്ച കുരിശടിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള വിളംബര റാലിയാണ് ഈ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. എടുക്കണമെങ്കിൽ പോസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത് അടിക്കും. കാത്തിടുവാൻ ചെന്നെത്തിടുവാൻ സത്യത്തിൽ വഴി തേടിയവൻ സഹതാമാർഗി വർഗീസേ ശരണം തേടി വരും.
നിൽക്കുന്നില്ലേ, പയ്യന്മാര് നിൽക്കുന്നില്ല, അവിടെ കയറി നിന്നു ഇപ്പോഴും. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കുരിശിലയിലെ പ്രത്യേകമായി ചെമ്പ് സ്ഥാപിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരും തന്നെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ കോണം നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമായി നമ്മുടെ നേർച്ചകാഴ്ചകളെല്ലാം ദൈവദിവസം അംഗീകരിക്കപ്പെടുവാൻ കോണം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടുകൂടി നൽകുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്നും ഒരുവൻ നൽകുന്നതെല്ലാം ദാനമായി നൽകിയിട്ടും കൂടുതൽ സമ്പന്നാകുന്നുവെന്നും മറ്റൊരുവൻ കൊടുക്കേണ്ടവ കൊടുക്കാതിരുന്നിട്ട് കൂടുതൽ ദരിദ്രനാകുന്നു എന്നുള്ള നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അധ്വാനഫലങ്ങളിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ആദിഫലങ്ങളെയും ദശാംശങ്ങളെയും നീ വാഴ്ത്തണമേ. ആകാശത്തിലെ പരിവനും ഭൂമിയിലെ ഫലഭൂക്ഷിയും അനവധിയായ ധാന്യവും വീഞ്ഞും നിനക്ക് നൽകുമെന്ന് അബ്രഹാമിനോട് അരുളിച്ചേരുന്നതാ. യഥാകാലം ആവശ്യമായി വീയും മഴയിൽ നിന്ന് ഞങ്ങളുടെ വൃഷ്ടികളെ പരിപുഷ്ടിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കാഴ്ചകളെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ മുമ്പായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ആദ്യഫലങ്ങളും ദശാംശങ്ങളും വാഴ്ത്തി നീ അനുഗ്രഹിക്കണമേ. ഇവ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ അധ്വാനങ്ങളെ നീ ഫലവത്താക്കി വർദ്ധിപ്പിക്കണമേ. നിന്റെ സഭയുടെയും ഇടവയുടെയും പുരോഗതിക്ക് ഇത് സഹായമായി തീരണമേ. ദൈവാന്തര പോലെ തളിർത്തിടമേ. ഹല്ലേലൂയ. വളരുമവല്ലവനോ കാരണിപ്പോ വൃഷ്ടികളും ും
പറക്കുമോ ഈ നേർച്ചകളും ഫലമുലാദികളും ആദിഫലങ്ങളും ഇവ വിളയിച്ചാവയങ്ങളും ഇവ സമർപ്പിച്ച ആഹ്വാനങ്ങളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിൽ പുത്രന്റെ നാമത്തിൽ ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും മറക്കുമോ ആകാശത്തെ ഭൂമിയെ ചേർത്താൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിലും ഓരോ പ്രാർത്ഥനയിലും നിരാശയിലും സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തട്ടെ. ദൈവമായ കർത്താവ് വിശുദ്ധനായ ഗീവർഗീസയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന ഇടവകയും ദേശത്തെയും നേർച്ചകാശികളുമായി സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മുടെ മരിച്ചുപോയവർക്ക് ആശ്വാസം നൽകട്ടെ. പുരാതന പരിശുദ്ധമായി ബലഹീനമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന അങ്ങയുടെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാനമാകണമേ. അപബ്രഹോകാദീശോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ സ്ത്രീ, ഞങ്ങളുടെ കർത്താവേ സ്ത്രീ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധനായ ഗീവർഗീസയുടെ മധ്യസ്ഥയാഴ്ചകൊണ്ട് ഈ ദേശത്തിനു വേണ്ടി പ്രത്യേകമായി പുതിയ കുരിശടി നിർമ്മിച്ചു. നാളെയാണ് നമുക്കറിയാം, നാളെ 8:30-ക്കാണ് ഈ കൂദാശ കർമ്മം നിർവഹിക്കുന്നത്. പ്രത്യേകിച്ച് സഹദാ തിരുനാളിൽ നമ്മൾ ഇവിടെ ചെമ്പ് പ്രതിഷ്ഠിച്ചു. ഈ ദേശനിവാസികളിലെ എല്ലാ ചെറുതും വലുതുമായ നമ്മുടെ നേർച്ചകൾ പ്രത്യേകമായി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ചെമ്പ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. നാളെ കൂദാശ ചെയ്യുന്നതോടുകൂടി ഈ ദേശത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി ഈ കുരിശടി സമർപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യത്തിന് ഇത് മുഖാന്തരമായി തീരാനായിട്ടും ധാരാളം നമ്മുടെ യാതനകൾക്കും
പ്രാർത്ഥനകൾക്കും വിശുദ്ധനായ ഗീവർഗീസ് സഹോദരരുടെ മധ്യസ്ഥതയിൽ മറുപടി ലഭിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം എല്ലാവരെയും തന്നെ പ്രത്യേകിച്ച് പോളച്ചിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതിരായ നമ്മുടെ ഇടവകയുടെ മക്കളായ വൈദികര് അവരെപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് വന്നിനായ പോളച്ചിനോടും ഈ ദേശത്ത് നിന്ന് കടന്നു വന്ന നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളോടും ഈ ദേശത്തിലെ എല്ലാ മക്കളോടും പ്രത്യേകമായിട്ട് ഉള്ള നന്ദി സ്നേഹം ഞാൻ ഒറ്റ വാക്കില് പറയുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നേർച്ചകാഴ്ചകൾ ഇന്നും നമുക്ക് സമർപ്പിക്കാം. നാളെ കൃത്യം 8:30 തന്നെ ഇവിടുത്തെ കുദാശ നിർവഹിക്കപ്പെടും. തുടർന്ന് പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യനായ ശൗകന്മാരായ പിതാവിന്റെ പ്രത്യേകമായ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. തുടർന്ന് വെച്ചോട്ടോടുകൂടി സമാപിക്കും. നാളെ ഇത് കുദാശ ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വെളിച്ചമായി, നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി, ഈ ദേശത്ത് വസിക്കുന്ന എല്ലാ മക്കൾക്കും ഇത് വലിയ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി, സെക്രട്ടറി, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും പ്രാർത്ഥനയോടും സഹകരണം കൊണ്ടും സഹകരിച്ച എല്ലാവരോടും ഒറ്റ വാക്കിന് നന്ദി അറിയിക്കുന്നു. ഈ ദേശത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാ മക്കളോടും ഒറ്റ വാക്കിന് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ചെറിയൊരു ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായി അതിൽ കൂടെ സമ്മതിക്കണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പങ്കെടുക്കണം. വന്നിട്ടുള്ള എല്ലാവരും നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കാൻ സമയമുണ്ടോ? അതിനകത്ത് പൈസ അതിൽ അത്രയും വിളിച്ചു. ഇടാം അതുകൊണ്ട് അച്ഛനിട്ടല്ലോ. ഈ പൈസ ഒക്കെ ഇടാം. കാരണം വഞ്ചി പ്രത്യേകം വെക്കും കാനാ പറഞ്ഞു. അത്രയും തരിട്ടോ. അത് വെള്ളേ ഞാൻ കുറിച്ച് പിടിക്കണം. മൈക്കോട്ടെ മൈക്കോട്ടെ. Thank you.